ഞാൻ വേണുവിനെ വിളിച്ച് സംസാരിച്ചു. വേണു ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ദിലീപല്ലേ നായകൻ, എന്നാൽ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് ആദ്യം എന്നോട് പറഞ്ഞു, സാറേ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷമാണ് ഞാൻ ചെയ്താൽ. ഞാൻ പറഞ്ഞു, നീ സീരിയസ് വേഷങ്ങളോട് ചെയ്യണം, കോമഡി മാത്രം ചെയ്താൽ പോരല്ലോ. ഈ ആദ്യകാലത്ത് വില്ലനായിട്ട് തുടങ്ങിയ ആൾ പിന്നീട് ഹീറോ ആയിട്ട് മാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വില്ലൻ വേഷം അത് മലയാളത്തിലേക്ക് അദ്ദേഹം ആദ്യമായിട്ട് വരികയാണ് അഭിനയിക്കാനായിട്ട് വരുന്നത്. പക്ഷേ ഹിറ്റ്ലറായിട്ട് അഭിനയിക്കാനായിട്ട് ഒരു ആക്ടറെ സമീപിക്കുമ്പോൾ അതൊരു ചാലഞ്ചായിട്ട് എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടറെ സംബന്ധിച്ചോളം. അപ്പോൾ കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. കുറച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, അല്ല ഇത് ഞാൻ ചെയ്യില്ല. പ്രത്യേകിച്ച് തമിഴിൽ അന്ന് ആക്ടേഴ്സൊക്കെ കൂടുതലും എത്ര ദിവസം ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാണ് അവരുടെ റെമ്യൂണറേഷനൊക്കെ. പക്ഷേ അതൊന്നും പുള്ളി അത് പറഞ്ഞില്ല. എത്ര ദിവസം വേണമെങ്കിലും. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമകൾ ചെയ്തു ഇടക്കാലത്ത്. പിന്നെ ഒരു ഗ്യാപ്പ് വരും, വേറെ മ്യൂസിക് ഡയറക്ടർ, ഞാൻ വിദ്യാസാഗറിലേക്കൊക്കെ പോയി. അങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് ഔസേപ്പച്ചൻ ഈ ആഗതനിൽ വരുന്നത്. നമസ്കാരം. എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചില സിനിമകളെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും. എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഒരു സിനിമ ഓർക്കുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളുമായിട്ടാണ്. ഇപ്പോൾ ഞാൻ ആഗതൻ എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ ഓർക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ മൊത്തം വേദനിപ്പിച്ച, നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറിവുണ്ടാക്കിയ വയനാട് ഈ ഉരുൾപൊട്ടൽ ദുരന്തമാണ്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് നമ്മൾ ആരും ഇന്നും മോചനം നേടിയിട്ടില്ല. ഇത് പറയാൻ കാരണം, ഈ ദുരന്തം പോലെ തന്നെ അന്ന് മലയാളികളെ വേദനിപ്പിച്ച, നമുക്ക് എല്ലാം ഞെട്ടലുണ്ടാക്കിയ ഒരു വലിയ ബോട്ടപകടം നടന്നു തേക്കടിയിൽ. 2009 സെപ്റ്റംബറിലാണ് അത് സംഭവിക്കുന്നത്. ഈ ബോട്ടപകടം നടക്കുമ്പോൾ ഈ തേക്കടിക്ക് അടുത്തുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ ആഗതൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞ് ആരോ നമ്മുടെ ലൊക്കേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ബോട്ട് അപകടം ഉണ്ടായി, ഒരുപാട് പേര് ബോട്ട് വെള്ളത്തിൽ പോയി എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയും ആ ലൊക്കേഷനിലേക്ക് നമ്മുടെ ലൈറ്റ് ബോയ്സൊക്കെ അവിടെ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചിട്ട് പറയുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിളിച്ചിട്ട് പറയുന്നത് അവിടെ സന്ധ്യ ആയിട്ടുണ്ട്, വെളിച്ചമൊന്നുമില്ല, ആൾക്കാർ എന്താ പറയുക രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പോലീസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചമില്ല. അപ്പോൾ നമ്മുടെ ജനറേറ്ററും ലൈറ്റ്സും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആരോ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ജനറേറ്ററും ലൈറ്റ്സും എല്ലാം ഈ തേക്കടി ബോട്ട് ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും നമ്മുടെ ലൈറ്റ് ബോയ്സ് എല്ലാം ഈ രക്ഷാപ്രവർത്തകരുടെ കൂടെ ലൈറ്റ്സ് എല്ലാം വലിയ ഈ ഹലോജൻ ലൈറ്റ്സും മറ്റേ ഇതുണ്ട്, HMI ലൈറ്റ്സൊക്കെ ഉണ്ട്, അതെല്ലാം ഈ പുഴയിലേക്ക് മറ്റേ കായലിലേക്ക് വെച്ചിട്ട് ഈ ഡാമിലാണല്ലോ, ഡാമിലേക്ക് വെച്ച് ആ വെളിച്ചത്തിൻ്റെ സഹായത്തിലാണ് ഈ ബോട്ട് അപകടത്തിൽ നിന്ന് മരിച്ചവരെയും രക്ഷപ്പെട്ടവരെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെടുക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും അവിടെ ചെല്ലുകയും ലൊക്കേഷനിലെത്തുകയും ഈ സ്ഥലത്തേക്ക് ചെല്ലുകയും അത് വല്ലാതെ മനസ്സിൽ മുറിവുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു. അത് ആ സമയത്ത് ടെലിവിഷനിലൊക്കെ വരികയൊക്കെ ചെയ്തു. എന്നെ സംബന്ധിച്ചോളം പിന്നെ 3-4 ദിവസം, എന്നെ മാത്രമല്ല ഞങ്ങളെല്ലാം ആ സെറ്റിൽ ഞങ്ങൾ ഷൂട്ടിംഗ് നിർത്തി വെച്ചാൽ അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ വല്ലാതൊരു മനസ്സിനെ മുറിപ്പെടുത്തിയ ഒരു 3-4 ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. അതിൽ നിന്ന് നമ്മുടെ മൊത്തം യൂണിറ്റ് നോർമലിലേക്ക് വരാനായിട്ട് ഏകദേശം ഒരാഴ്ച എടുത്തു എന്നുള്ളതാണ്. അപ്പം ഞാനിത് ഈ ആഗതൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വയനാട്ടിലെ നമ്മുടെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആൾക്കാരെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കണക്ട് ചെയ്യും നമ്മുടെ ജീവിതവുമായിട്ട്. ആഗതൻ എന്ന് പറയുന്ന സിനിമ സംഭവിച്ചത് വളരെ യാദൃശ്യമായിട്ടാണ്. ഞങ്ങൾ ഒരു സിനിമ, ദിലീപും ഞാനും ഒരുമിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു സുഹൃത്താണ് അതിൻ്റെ നിർമ്മാതാവ്. 2 സുഹൃത്തുക്കളാണ് അതിൻ്റെ നിർമ്മാതാക്കൾ. ഇവിടെ എറണാകുളത്തുള്ളതാണ്, വലിയൊരു ബിൽഡറാണ് ഒരാൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവരിങ്ങനെ ദിലീപിൻ്റെ ഒരു സുഹൃത്തുക്കൾ തന്നെയാണ് അവർ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ദിലീപ് അന്ന് ഈ കോമഡി സിനിമകളുടെ ഒരു ചാകര സമയമാണല്ലോ ദിലീപിന്. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യാനല്ല എൻ്റെ മനസ്സിൽ തോന്നുന്നു, കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, എന്നാൽ ദിലീപിൻ്റേതായ ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു കഥ. കലവൂർ രഘുമാറാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത്. ഞാനും കലവൂർ കൂടി ഇത് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു കഥ വരികയും അത് ഡിസ്കസ് ചെയ്ത് ദിലീപിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ദിലീപ് ആദ്യം എന്നോട് പറഞ്ഞു, സാറേ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷമാണ് ഞാൻ ചെയ്താൽ. ഞാൻ പറഞ്ഞു, നീ സീരിയസ് വേഷങ്ങളോട് ചെയ്യണം, കോമഡി മാത്രം ചെയ്താൽ പോരല്ലോ.
അങ്ങനെ ഈ കഥയിലേക്ക് ലാൻഡ് ചെയ്യും. ദിലീപ് അവതരിപ്പിക്കുന്ന സെൻട്രൽ ക്യാരക്ടർ അതേപോലെ വളരെ പ്രാധാന്യമുള്ളൊരു മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ട ഒരു ആക്ടർ വേണം. ആ ആക്ടർ എന്ന് പറയുന്നത് സത്യത്തിൽ ആ സിനിമയിലെ വില്ലനാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷേ പടം തുടങ്ങി അതിൻ്റെ ഒരു അവസാനം എത്താറാകുമ്പോഴാണ് അയാളാണ് അതിലെ പ്രധാന നെഗറ്റീവ് ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ തിരക്കഥയുടെ ഒരു സമയത്ത് തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് സത്യരാജാണ്. തമിഴിൽ നമുക്കറിയാം സത്യരാജ് അന്നും വലിയ തിരക്കുള്ളൊരു നടനാണ്. അപ്പോൾ സത്യരാജ് അപ്പോൾ ഹീറോ ആയിട്ട് അഭിനയിക്കും. ആദ്യകാലത്ത് വില്ലനായിട്ട് തുടങ്ങിയ ആൾ പിന്നീട് ഹീറോ ആയിട്ട് മാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വില്ലൻ വേഷം അത് മലയാളത്തിലേക്ക് അദ്ദേഹം ആദ്യമായിട്ട് വരികയാണ് അഭിനയിക്കാനായിട്ട് വരുന്നത്. അതിന് ശേഷം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കാനായിട്ട് വരുമ്പോൾ ഇങ്ങനൊരു റോള് ചെയ്യുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറുടെ അടുത്തും കലകൂറിൻ്റെ അടുത്തും പറഞ്ഞു നമുക്കൊന്ന് പോയി സംസാരിച്ച് നോക്കാം, ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നൈയിൽ പോവുകയും സത്യരാജിനെ കാണുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് സിനിമ ചെയ്യണം നമുക്കെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. കുറച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, അല്ല ഇത് ഞാൻ ചെയ്യില്ല, വേറെ ഏതെങ്കിലും സിനിമ നമുക്ക് ചെയ്യാം. ആദ്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നിരാശ വന്നു. അയ്യോ, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് ഇങ്ങനെ ഒരു ഇത്രയും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറൊക്കെ പവർഫുള്ളാണ്. വില്ലൻ വേഷം അഭിനയിക്കാനും എനിക്ക് വിഷമമില്ല, ഞാൻ വില്ലൻ റോൾ അഭിനയിക്കാം, മലയാളത്തിലൊരു വില്ലൻ റോൾ ചെയ്ത് വരുന്നതിലും എനിക്ക് വിഷമമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ആലോചിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഒരു പട്ടാളക്കാരനാണ്, പട്ടാള ഓഫീസർ, അതും ജനറലായിട്ട് റിട്ടയർ ചെയ്ത് അത്രയും വലിയൊരു ഓഫീസർ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ എടുക്കും ആൾക്കാരെന്ന് അറിയില്ല. ഒരു എന്താ പറയുക, നമ്മൾ പാട്രിയോട്ടിസം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഒരു പട്ടാള ഓഫീസറെ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ അതിൽ വന്നൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പട്ടാള ഓഫീസർ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ എടുത്തൊരു ക്യാരക്ടറല്ല, ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. മറ്റൊന്ന്, നമ്മൾ പ്രധാനമന്ത്രി അടക്കം നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഇവിടെ സിനിമ വന്നിട്ടുണ്ട്. ഒരുപാട് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം നെഗറ്റീവായിട്ടുള്ള സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ട് പട്ടാളക്കാരനെയും കണ്ടാൽ മതി, പട്ടാള ഓഫീസറെയും കണ്ടാൽ മതി. അല്ലാണ്ട് വേറൊരു രീതിയിലൊരു പ്രിവിലേജ് പട്ടാള ഓഫീസറുടെ കഥാപാത്രത്തിന് കൊടുക്കേണ്ടതില്ല. പട്ടാളക്കാരന് ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കണം, ആ പാട്രിയോട്ടിസം നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ പുള്ളി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, അത് ശരിയാണല്ലോ, കാരണം ഇതൊരു കഥാപാത്രമാണല്ലോ, നമുക്ക് കഥാപാത്രമായിട്ട് ആര് വേണമെങ്കിലും അവരിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹിറ്റ്ലറോട് ഭയങ്കര വെറുപ്പുണ്ട്. ഹിറ്റ്ലർ നമ്മളാരും അംഗീകരിക്കില്ല ഹിറ്റ്ലറിൻ്റെ ഒരു രാഷ്ട്രീയവും. ഹിറ്റ്ലർ എന്ന് പറഞ്ഞ വ്യക്തിയെ അത്രമാത്രം മനുഷ്യരെ കൊന്നൊടുക്കിയുള്ള ആളാണ്. പക്ഷേ ഹിറ്റ്ലറായിട്ട് അഭിനയിക്കാനായിട്ട് ഒരു ആക്ടറെ സമീപിക്കുമ്പോൾ അതൊരു ചാലഞ്ചായിട്ട് എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടറെ സംബന്ധിച്ചോളം. അതും കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചു, കുറച്ച് നേരം ഇങ്ങനെ ചിരിച്ചു. അല്ല, അത് ശരിയാണ്, നമ്മളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അത് റിയൽ ലൈഫായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കാം. പെട്ടെന്ന് പുള്ളി എണീറ്റിട്ട് എൻ്റെ അടുത്ത് കൈ തരാൻ പറഞ്ഞു. ഞാൻ കൈ കൊടുത്തു. വീൽ ഡു ദ മൂവി എന്ന് പറഞ്ഞു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റ് എൻ്റെ ഇമേജ് ഞാൻ നോക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് റെമ്യൂണറേഷൻ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, ഐ വിൽ ഡു ദ മൂവി എന്നുള്ള ഒറ്റതാണ് പറഞ്ഞത്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ റെമ്യൂണറേഷനിൽ ബലം പിടിക്കുകയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ്, കാരണം അത് പ്രത്യേകിച്ച് തമിഴിൽ അന്ന് ആക്ടേഴ്സൊക്കെ കൂടുതലും എത്ര ദിവസം ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാണ് അവരുടെ റെമ്യൂണറേഷനൊക്കെ. പക്ഷേ അതൊന്നും പുള്ളി അത് പറഞ്ഞില്ല, എത്ര ദിവസം വേണമെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം, അതിൻ്റെ ഇടയിൽ 1-2 തമിഴ് പടത്തിന് ചില ദിവസങ്ങളിൽ എനിക്ക് പോകേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് തയ്യാറാവുന്നത്. നായികയായിട്ട് അഭിനയിച്ചത് ചാർമി എന്ന് പറയുന്ന ഹീറോയിനാണ്. ചാർമി തെലുങ്കിൽ അന്ന് വലിയ തിരക്കുള്ളൊരു നായികയാണ്. അതിന് മുമ്പ് ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ റോളിൽ അവർ. പക്ഷേ ഒരു ഇതുപോലെ ഇത്രയും ത്രൂ ഔട്ട് റോളിൽ ഒരു ക്യാരക്ടർ അവർ അഭിനയിച്ചിട്ടില്ല ആ സമയത്ത്. പിന്നീട് മമ്മൂട്ടിയുടെ നായികയായിട്ട് അവർ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെയും ഇതേപോലെ തെലുങ്ക് പടം നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവിടെ പോകേണ്ടി വന്നു അവരെ കാണാനും മീറ്റ് ചെയ്യാൻ. അങ്ങനെ ഉണ്ടല്ലോ, വലിയ തിരക്കുള്ള താരങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കാണണം. അവിടെ ചെന്നു, ഹൈദരാബാദിൽ ചെന്നു, അവരെടുത്ത് കണ്ടു. പക്ഷേ ഞാൻ ചെന്നവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ ചില മലയാള സിനിമകളൊക്കെ അവർ കണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര താല്പര്യത്തോടുകൂടി സംസാരിക്കുകയും ഞാൻ ചെയ്ത സിനിമകളെക്കുറിച്ചൊക്കെ അവർ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചത്, എങ്ങനെ നിങ്ങൾക്ക് മലയാള സിനിമകളറിയാം, ഇപ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ വലിയ സൂപ്പർ ഹിറ്റ് പടങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷേ ഇതൊക്കെ എങ്ങനെ അറിയാം? പുള്ളി പറഞ്ഞു, ഞാൻ മലയാളം പടങ്ങൾ കാണാറുണ്ട്, എനിക്ക് മലയാളി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ മലയാളി സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ചില സിനിമയിൽ താങ്കളുടെ സിനിമയുണ്ടെന്ന് പറഞ്ഞിട്ട് അഴകിരാമനടക്കം ഉള്ള സിനിമകൾ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെ അവർ വളരെ താല്പര്യത്തോടെ ആ റോൾ അഭിനയിക്കാൻ വേണ്ടി വന്നു. പിന്നെ ഒന്ന് സെറീന വഹാബാണ്. സെറീന വഹാബ് അതിൽ ഈ സത്യരാജിൻ്റെ വൈഫായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്.
എന്നെ സംബന്ധിച്ചോളം സിറിനോബ് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നതിന് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവരോട് നേരിട്ട് പറയുകയും ചെയ്തു. കാരണം എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഈ ചാമരം എന്ന് പറയുന്ന പടം റിലീസാവുന്നത്. ചാമരത്തിലെ സിറിനോബിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം പിന്നെ ചിറ്റോർ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയുണ്ട്, അമോൽ പലേക്കറിൻ്റെ കൂടെ അവർ അഭിനയിച്ചിട്ടുള്ള ചിറ്റോർ. അതിലാണ് ഞാൻ ആദ്യം അവരെ കാണുന്നത്. മലയാളത്തിൽ ചാമരത്തിലാണ്. കാരണം നാഥ നീ വരും കാലോച്ച് കേൾക്കുക എന്നുള്ള പാട്ടൊക്കെ പാടി നമ്മുടെയൊക്കെ ഞങ്ങളെ അന്നത്തെ കൗമാരക്കാരെ മോഹിപ്പിച്ചിട്ടുള്ള ഒരു നായികയായിരുന്നു സിറിനോബ്. അപ്പോൾ അവർ ഇപ്പോൾ അമ്മയായിട്ട് അഭിനയിക്കാൻ വരുന്നെങ്കിലും എനിക്കതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഫോണിൽ ആദ്യം വിളിച്ചിട്ട് അവരടുത്ത്, ബോംബെയിലായിരുന്നു, അവർ ഫോണിൽ വിളിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ആദ്യം അവരോട് ഞാൻ പറഞ്ഞത് ഞാൻ ഭരതൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഓ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി അവർ സംസാരിച്ചു. സോ യു ആർ ദെയർ ഇൻ ചാമരം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സമയത്തില്ല, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഭയങ്കര നിങ്ങളുടെ ആ സിനിമ കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അവർ അഭിനയിച്ചിട്ട് സിനിമകൾ ചിറ്റോറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിൽ എൻ്റെ ഒരു സിനിമയിൽ ലാൽ അഭിനയിച്ചിട്ടുള്ളൂ, സിദ്ദീഖ് ലാൽ. അത് ആ സിനിമയിലായിരുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു ക്യാരക്ടറാണ്. അതിൽ ഒരു പട്ടാള ഓഫീസറായിട്ട് തന്നെയാണ് ലാലു അഭിനയിച്ചത്. കുറച്ച് ഈ സത്യരാജിനായിട്ട് ഇതൊക്കെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റുള്ള ഒരു പട്ടാള ഓഫീസറുടെ റോളാണ്. പിന്നെ ഇന്നസെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ആ സിനിമയിൽ വലിയ താരതമ്യമുള്ളൊരു സിനിമ. വത്സല മേനോൻ, ശില്പ ബാല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ക്യാമറാമാൻ അതുവരെയുള്ള എൻ്റെ എല്ലാ സിനിമകളും ചെയ്തു വന്നിരുന്നത് കൂടുതലും പി സുകുമാറാണ്. പി സുകുമാറിന് അന്നൊരു ചെറിയ തിരക്കാരും അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം മാറി വേറൊരു ക്യാമറാമാൻ വേണം എന്നുള്ള ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ക്യാമറാമാൻ വേണുവിൻ്റെ പേരാണ് ആദ്യം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ വേണുവും ഞാനും കൂടിയും 2-3 സിനിമ ചെയ്യാനായിട്ട് ആലോചിച്ചിട്ട് അതൊന്നും നടക്കാതെ ഇങ്ങനെ പോയൊരു സമയത്താണ് പെട്ടെന്ന് വേണുവിൻ്റെ പേര് പറഞ്ഞപ്പം ഞാൻ വേണുവിനെ വിളിച്ച് സംസാരിച്ചു. വേണു ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ദിലീപല്ലേ നായകൻ, എന്നാൽ ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താണ്? അല്ല, ദിലീപിനും എനിക്കും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ തമ്മിലുള്ളൊരു പേഴ്സണലായിട്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് ഞാനില്ല, നമുക്ക് വേറെ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ദിലീപിന് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, ദിലീപിന് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ സംസാരിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു, കാരണം ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം ചില കോമ്പിനേഷൻസ് അങ്ങനെയാണ്. അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണോ, അതല്ല ചിലർ തമ്മിൽ ചേരാതെ പോകുന്ന സംഭവങ്ങളൊക്കെ സിനിമയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ സിനിമാ ജീവിതമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് എപ്പോഴും ഓർക്കുന്നൊരു കാര്യം ലോഹിദാസും ഞാനും തമ്മിലാണ്. വലിയ സൗഹൃദം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. പല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ട്, പക്ഷെ ഒരിക്കൽ പോലും ഞാനും ലോഹിയും കൂടി ഒരു സിനിമ ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു സിനിമ ചെയ്ത് പകുതിയായിട്ട് നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചില ആൾക്കാരുടെ കോമ്പിനേഷൻ അങ്ങോട്ട് ഒത്തുവരില്ല. അത് തന്നെ ആയിരിക്കാം വേണുവും ദിലീപ് എന്നുള്ള രീതിയിലാണ് വേണു എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയുകയും പിന്നീട് അജയൻ വിൻസെൻ്റാണ് ആ സിനിമയുടെ ക്യാമറാമാനായിട്ട് വരികയും ചെയ്തത്. അജയൻ വിൻസെൻ്റ് അന്ന് നമുക്കറിയാം, വിൻസെൻ്റ് മാസ്റ്റർ ലെജൻഡറി ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള വിൻസെൻ്റ് മാസ്റ്റർ മകനാണ് ജയനൻ വിൻസെൻ്റ്. മലയാളത്തിലെ ഏറ്റവും വലിയൊരു ക്യാമറാമാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഐ വി ശശിയുടെ പടങ്ങളുടെ സ്ഥിരം ക്യാമറാമാനായിരുന്നു. ജയനൻ വിൻസെൻറ്റിൻ്റെ അനിയനാണ് അജയൻ വിൻസെൻ്റ്. അദ്ദേഹം യാഗത്തിന് ശേഷം പിന്നെ ഭ്രമരം എന്ന് പറയുന്ന സിനിമ ഒക്കെ ചെയ്തു, മോഹൻലാലിൻ്റെ സിനിമ, ബ്ലസ്സിയുടെ സിനിമ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഹൈദരാബാദിൽ തെലുങ്ക് പടത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ തിരക്കുള്ള ക്യാമറാമാനായിരുന്നു. അങ്ങനെയാണ് അജയൻ വിൻസെൻ്റ് അതിൻ്റെ ക്യാമറാമാനായിട്ട് വരുന്നത്. മ്യൂസിക് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഔസേപ്പച്ചൻ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നതെന്നുള്ളതാണ്. ഞാനും ഔസേപ്പച്ചനും തമ്മിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമകൾ ചെയ്തു. ഇടക്കാലത്ത് പിന്നെ ഒരു ഗ്യാപ്പ് വരും, വേറെ മ്യൂസിക് ഡയറക്ടർ, ഞാൻ വിദ്യാസാഗറിലേക്കൊക്കെ പോയി. അങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് ഔസേപ്പച്ചൻ ഈ ആഗതനിൽ വരുന്നത്. കൈതപ്പുറം പാട്ടെഴുതി ഔസേപ്പച്ചൻ്റെ ഒരു മികച്ച പാട്ടുകൾ വീണ്ടും വന്ന ഒരു സിനിമ തന്നെയാണ് ആഗതനിൽ. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ വീണ്ടും ഹിറ്റായ ഒരു സംഭവമാണ്. ശ്രേയ ഘോഷൽ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, മഞ്ഞ് മഴക്കാരൻ എന്ന് പറഞ്ഞിട്ട് പാട്ട്, വളരെ ഹിറ്റായൊരു പാട്ടാണ്. എൻ്റെ സിനിമയിലും എനിക്ക് തോന്നുന്നു ഔസേപ്പച്ചൻ്റെ സിനിമയിലും ആദ്യമായിട്ട് ശ്രേയ ഘോഷൽ പാടുന്നത് ആ പാട്ടാണ്. അത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ഞങ്ങൾ ചിത്രീകരിച്ചത് കാശ്മീരിലാണ്. കാശ്മീരിലെ ആ പാട്ട് ഷഫ്ന എന്ന് പറഞ്ഞിട്ട് കുട്ടി അതിൽ അഭിനയിച്ച്, വേറൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് പയ്യനുണ്ടായിരുന്നു. അവരായിരുന്നു പ്രധാനമായിട്ട്. പിന്നെ സത്യരാജിനൊക്കെ കുറച്ച് അവിടെ വർക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് സത്യത്തിൽ അവിടെ വല്ലാത്തൊരു ഇത് നടക്കുന്ന സമയം. നമുക്കറിയാം കാശ്മീർ എന്നും ഷൂട്ടിങ്ങിന് കിട്ടാൻ തന്നെ വലിയ പാടാണ്. അപ്പം ഞാൻ ആദ്യം ലൊക്കേഷൻ കാണാനായിട്ട് ഞങ്ങൾ പോയി, പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആയിട്ട് ഞങ്ങളവിടെ ചെന്ന് ശ്രീനഗറിൽ ചെന്ന്
ലൊക്കേഷൻ ചെന്നപ്പോൾ തന്നെ ലൊക്കേഷൻ കാണാൻ ചെന്നപ്പോൾ തന്നെ അവർ പറയണ്ടായിരുന്നു, നിങ്ങൾ വരാൻ പോണ സമയം എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ഏത് സമയം വേണമെങ്കിലും ഷൂട്ടിങ്ങിന് കൊടുക്കാതിരിക്കാം, അങ്ങനെ മാത്രം പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാശ്മീരിൻ്റെ. അപ്പോൾ ഞങ്ങൾ റിസ്ക് എടുക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിന് ചെല്ലുന്നത്. ആദ്യം ഷൂട്ട് ചെയ്തത് ശ്രീനഗറിൽ തന്നെയാണ്. പിന്നീട് ഈ മഞ്ഞൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോണ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് റോഡിൽ പോലീസും പട്ടാളവും ഒക്കെ വന്നിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുക, പോകാൻ പറ്റില്ല എന്ന് പറയുക, പിന്നെ ഭയങ്കര പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളങ്ങ് അപ്പോൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 70-80 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടാണ് ഡെയിലി യാത്ര. അപ്പോൾ ഈ കൊടും തണുപ്പിൽ മഞ്ഞിൽ, അതും എനിക്ക് തോന്നുന്നത് ഒരു വിൻ്റർ സീസണിലാണ്, നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ പോയി ഷൂട്ട് ചെയ്യുന്നത്. ആ പാട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ വെളുപ്പിന് ഒരു 5 മണിക്കൊക്കെ ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ 8-8:30 മണിക്ക് അവിടെ എത്തുന്നു. ഈ തണുപ്പിൽ അവിടെ എത്തി ഏകദേശം അവിടെ ഈ ഷൂട്ട് ചെയ്യണ ആ ഒരു സ്ഥലത്ത് എത്താൻ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇപ്പോൾ. അത് കുറച്ച് ഇൻറ്റീരിയറായിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. പക്ഷേ ടൂറിസ്റ്റുകൾ ആ സമയം ആയതുകൊണ്ട് വിൻ്റർ ആയതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടാറില്ല. പക്ഷേ ഞങ്ങൾക്ക് പെർമിഷൻ തന്നു, ഞങ്ങൾ കടത്തി വിട്ട് ഒരു ദിവസം ആദ്യ ദിവസം ഷൂട്ട് ചെയ്ത്, രണ്ടാമത്തെ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസും പട്ടാളമൊക്കെ വന്നിട്ട് തടഞ്ഞു, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയോ ഫോർമാലിറ്റീസ് എനിക്കിപ്പോൾ ഓർക്കാൻ കഴിയുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു ലൊക്കേഷൻ മാനേജർ ഉണ്ടായിരുന്നു, അയാൾ പോയപ്പോൾ വേറൊരു പട്ടാള ഓഫീസറെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ ഞങ്ങൾ റോട്ടിൽ കൊടും മഞ്ഞായിട്ട് ഈ പെർമിഷൻ ഇല്ലാണ്ട് കാത്തിരുന്നു. ഭക്ഷണം കിട്ടാൻ നിർത്തിയില്ല, ഒന്നുമില്ലാതെ. ഈ അഭിനയിക്കുന്ന ചൈൽഡ് ആർട്ടിസ്റ്റുകളൊക്കെ വല്ലാണ്ട് വിഷമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടുകയും ആ സോങ് 1-2 സീനുകളുണ്ടായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ കാശ്മീരിൽ ഷൂട്ട് ചെയ്തൊരു അനുഭവം എനിക്ക് ഈ പാട്ടിലൂടെ എന്നും മനസ്സിലുണ്ട്. മറ്റൊന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയായിരുന്നു. ഫേണിൽ പാലസിലാണ് അതിൻ്റെ ഈ സത്യരാജിൻ്റെ ക്യാരക്ടറൊക്കെ അയാളുടെ വീടായിട്ട് ഷൂട്ട് ചെയ്തത് അവിടെയാണ്. അങ്ങനെ ഇൻറ്റീരിയർ പോർഷൻസ് ആ വീടും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. മറ്റൊന്നും പ്രധാന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ലൊക്കേഷൻ ഈ മുന്തിരിത്തോട്ടമായിരുന്നു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ പല സിനിമകൾക്കും അതുവേണ്ടി ഇങ്ങനെ പല കഥകളൊക്കെ ആലോചിക്കുകയും നടക്കാതെ പോവുകയും ചെയ്ത് ഈ സിനിമയിൽ അത് കറക്റ്റായിട്ട് വരികയും ചെയ്തതാണ്. കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത്, തേനി കമ്പം, ആ സ്ഥലം അതിനിടയിലുള്ളൊരു സ്ഥലത്താണ് ഈ കുറേ ഈ ഗ്രേപ്പ് ഫാമുണ്ട്, അവിടെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ കഥയിൽ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൻ ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു ഫാക്ടറി മാതിരിയുള്ളൊരു സംഭവം വേണം, വൈൻയാർഡ്. അപ്പോൾ അതില്ല, അവിടെ സെറ്റൊന്നുമില്ല. പ്രശാന്ത് മാധവ് എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറാണ് അതിൻ്റെ ഇത് സെറ്റിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നമ്മൾ പഴയ ഈ കൊളോണിയൽ കാലഘട്ടത്തിലേക്ക് കാണുന്ന രീതിയിലുള്ള യൂറോപ്പിലേക്കുള്ള വൈനറി ഉണ്ടല്ലോ, അതുപോലൊരു സംഭവമാണ്. അത് സെറ്റിട്ടിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അത് നല്ല പൈസ ചിലവാക്കി തന്നെ സെറ്റിട്ട്, അത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ അകത്ത് ഈ വൈൻ എടുക്കുന്നതുണ്ട്, ഗ്രേപ്പ് ചവിട്ടി കുഴച്ചിട്ട്, അത് യൂറോപ്പിലേക്ക് നമ്മൾ പല അങ്ങനെയുള്ള സിനിമകളിലൊക്കെ വിദേശ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു പാട്ടിലത് നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിഷ്വലായിട്ട് ഭയങ്കര ഒരു നല്ല വിഷ്വൽസ് ഉള്ള ഒരു സിനിമയായിരുന്നു. അജയൻ്റെ നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആഗതൻ. നമ്മൾ വിചാരിച്ച മാതിരി ഒരു ഇറക്കം ആ സിനിമയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളത് സത്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കഥ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, പാട്ടുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ചില സിനിമകൾ എല്ലാ സിനിമകളും വിജയിക്കണമെന്നില്ല. അപ്പോൾ പ്രതീക്ഷിച്ചൊരു സിനിമയുടെ ഒരു വിജയം അതിന് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സത്യരാജ് അഭിനയിച്ചിട്ടും അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനത് ഈ പരിപാടി നിർത്താം. മറക്കാൻ പറ്റാത്തൊരു സംഭവം വെച്ചാൽ സത്യരാജ് മലയാളിയല്ലോ, നമുക്കറിയാലോ. അപ്പോൾ സത്യരാജ് ഡബ് ചെയ്യണം. അപ്പോൾ ആദ്യമേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ ഡയലോഗ്സ് ഉണ്ട് അദ്ദേഹത്തിന്. ഇതാരും എൻ്റെ വോയിസ് ആര് കൊടുക്കും, എനിക്ക് വോയിസ് ഞാൻ തന്നെ ഡബ് ചെയ്താൽ മതിയോ, ഒരു പകുതി മലയാളം പറഞ്ഞാൽ മതിയോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിരുന്നു ആദ്യം. പക്ഷേ ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ ശരിയാവില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു. അവസാനം ഡബ് ചെയ്ത ആ സിനിമയ്ക്ക് സത്യരാജിന് വോയിസ് കൊടുത്ത സായികുമാറാണ്, ആക്ടർ സായികുമാറാണ് സത്യരാജിൻ്റെ വോയിസ് കൊടുത്തത്. അപ്പോൾ സായിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം സത്യരാജുമാതിരി ഒരു ആക്ടർക്ക് ഞാൻ വോയിസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമോ, സത്യരാജിൻ്റെ ശബ്ദം എല്ലാവർക്കും നല്ല പരിചയമല്ലേ. ഞാൻ പറയാം അതായിരിക്കും, പക്ഷേ എന്നാലും മലയാളം പറയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ അതിൽ ബിജുമേനോൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, ഞാനത് വിട്ടുപോയി. ബിജുവും ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സത്യരാജിന് വേണ്ടി ഡബ് ചെയ്ത സായികുമാർ. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും സായിയുടെ ശബ്ദം കൊണ്ട് ആ സിനിമ വളരെ നന്നായ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷ്വൽസ് ഉള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ആഗതൻ എന്നും ഓർക്കുന്ന ഒരു സിനിമയാണ് ഞാൻ.